ഫേസ്ലെസ് ഇൻസ്റ്റഗ്രാം പേജസ്. അതെ, നിങ്ങളുടെ ഫേസ് പോലും കാണിക്കാതെയുള്ള ഇൻസ്റ്റഗ്രാം പേജുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മണിറ്റൈസ് ചെയ്യാം, എങ്ങനെയാണ് അതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാം. ഒരുപാട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫേസ്ലെസ് ഇൻസ്റ്റഗ്രാം പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു നിഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മാർക്കറ്റ്, ഒരു ഗ്രൂപ്പ് ആളുകൾ, അതായത് ഒരു പ്രത്യേക റിക്വയർമെന്റ് ഉള്ള ഒരു പെർട്ടിക്കുലർ റിക്വയർമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് ഒരു നിഷ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യോഗ ട്രെയിനേഴ്സ്, യോഗ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു നിഷ് ഓഡിയൻസ്, ഒരു നിഷ് പേജ്, ഒരു ഇൻസ്റ്റഗ്രാം പേജ്. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ യോഗ ട്രെയിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള കണ്ടന്റുകൾ, നമ്മുടെ ഫേസ് കാണിക്കാതെ ഉള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് AI ടൂൾസ് ആണ്. ഒന്ന് ക്യാപ്ഷൻസ് AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ AI അവാറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ് 11 ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 11 ലാബ്സിൽ നമുക്ക് നമ്മളുടെ വോയിസ് തന്നെ ക്ലോൺ ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ടു വോയിസ് കൺവേർഷൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യാപ്ഷൻസിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മളുടെ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ഡബ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഒരു ഫേസ് തന്നെ ക്ലോൺ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ AI യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെയും ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ജോഗ് AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്, സിന്തേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉണ്ട്. ഇതുപോലെ ഒരുപാട് ടൂളുകൾ യൂസ് ചെയ്തിട്ട് AI ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് നമ്മളുടെ വോയിസിലും നമ്മളുടെ ഫേസും വെച്ച് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു നിഷ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു നിഷ്, ആ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ യോഗ ട്രെയിനേഴ്സ്, ഇപ്പൊ യോഗ ട്രെയിനേഴ്സ് തന്നെ ആവണമെന്നില്ല കേട്ടോ, ഇപ്പൊ യോഗ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളും ആവാം. ഓക്കെ, യോഗ റിലേറ്റഡ് ആയിട്ടുള്ള പേജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യോഗ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ബിസിനസ് കോച്ചിങ്ങോ അല്ലെങ്കിൽ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനെസ്സോ, ഇങ്ങനെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള നിഷും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു നിഷ് കണ്ടുപിടിച്ചതിന് ശേഷം ഇവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ആ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും കണ്ടന്റുകൾ, AI ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു യോഗ ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ യോഗ ട്രെയിനേഴ്സിന് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല. അപ്പോൾ യോഗ ട്രെയിനേഴ്സിന് കസ്റ്റമേഴ്സിനെ കിട്ടുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് തന്നെ നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ChatGPT പോലെയുള്ള ടൂളുകളും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്നിട്ട് രണ്ടാമത് നമുക്കത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചു, ആ പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അഫിലിയേറ്റ് പ്രൊഡക്റ്റ് ആണ്. അഫിലിയേറ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നമ്മൾ മുന്നേ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു നിഷിന് അട്രാക്റ്റീവ് ആയിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ്, അതായത് നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നിരുന്ന അവരുടെ ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളുണ്ട്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ പോലെയുള്ളതിൽ അവരുടെ അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലൊക്കെയുള്ള ഏത് പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് അതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകൾ പോലെയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വാരിയർ പ്ലസ്, മാക്സ് ബൗണ്ടി അതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ, അതായത് ഇതൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് അതിലൂടെ പ്രൊമോട്ട് ചെയ്യാം. അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു നിഷിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കണ്ടന്റ് കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് പറയുന്നു, അവരുടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അഫിലിയേറ്റ് പ്രൊഡക്റ്റ് ആണ്, നമ്മളുടെ അഫിലിയേറ്റ് ലിങ്ക് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് കമ്പനികളുമായിട്ടും പോവാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ക്ലിക്ക് ഫണൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ക്ലിക്ക് ഫണലിൻ്റെ തന്നെ ഇപ്പോൾ ഇതുപോലെയുള്ള അഫിലിയേറ്റ് പോർട്ടലുകളുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അഫിലിയേറ്റ് ആയിട്ട് സൈൻ അപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ക്ലിക്ക് ഫണൽസ് അഫിലിയേറ്റ്സിന് മാത്രമായിട്ട് ഇതുവരെ $13 മില്യൺ അഫിലിയേറ്റ് കമ്മീഷനായിട്ട് തന്നെ പേ ഔട്ട് ചെയ്തിട്ടുണ്ട്.
മിക്കവാറും സോഫ്റ്റ്വെയർ കമ്പനികളുടെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ അവരുടെ ജോയിൻ ദ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ ഇതിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ലിങ്കുകൾ അവർ തരും. മോസ്റ്റ് ഓഫ് ദ ടൈംസ്, മിക്കവാറും സമയങ്ങളിൽ ഇതുപോലെയുള്ള കമ്പനികൾ അഫിലിയേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങൾക്ക് കൂപ്പൺ കോഡൊക്കെ തരും. അതായത് കസ്റ്റമർ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് ആണെങ്കിൽ നിങ്ങളുടെ കൂപ്പൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 80 റുപ്പീസിനൊക്കെ കസ്റ്റമറിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവരൊരു കമ്മീഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 30% ആണ് നിങ്ങളുടെ കമ്മീഷൻ എങ്കിൽ 10% ഓഫ് കസ്റ്റമറിന് കൊടുക്കും, ബാക്കി 20% നിങ്ങൾക്ക് തരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി അഫിലിയേറ്റ് പ്രോഗ്രാംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസ് കണ്ടുപിടിച്ച് ഇതാണ് നമ്മൾ ഈ ഒരു ഫേസ്ലെസ് ഇൻസ്റ്റഗ്രാം പേജിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ഫേസ്ലെസ് ഇൻസ്റ്റഗ്രാം പേജ് മണിറ്റൈസ് ചെയ്യുന്നത്, അതിലൂടെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സോഫ്റ്റ്വെയർസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സെയിൽസ് ഫണൽസ് പോലെയുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്തിട്ടാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലുള്ള റവന്യൂ അല്ലെങ്കിൽ ഒരു ഇൻകം ഒക്കെ ഒരു സ്റ്റഡി ആയിട്ട് ഒരു ബിസിനസ് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സാലറി റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബൊക്കെ ക്വിറ്റ് ചെയ്ത് ഒരു സ്വന്തമായിട്ടൊക്കെ ബിസിനസ് റൺ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അതുപോലെയുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റവന്യൂ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലത്തെ സിസ്റ്റംസ് ബിൽഡ് ചെയ്യണം. സെയിൽസ് ഫണൽസ് പോലെയുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ ബിസിനസ് ആയിട്ട്, ജസ്റ്റ് ഒരു ടൈം പാസ് അല്ല, ഒരു ഹോബി ആയിട്ടല്ല, ഒരു പ്രോപ്പർ ബിസിനസ് ആയിട്ട് നിങ്ങൾ അതിനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സിസ്റ്റംസ്, റെഡി ടു യൂസ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ എഡിറ്റ്സ് വരുത്തിയിട്ട് നിങ്ങൾക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മാർക്കറ്റിംഗ് ഓട്ടോമേഷനും ഫണൽസും ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് 1 ഇയറിലേക്ക് ഫുൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മെമ്പേഴ്സിനും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ, ഈ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ടെംപ്ലേറ്റുകളും ഓട്ടോമേഷൻസും എല്ലാം അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്യാനുള്ള ട്രെയിനിങ്സ് ഇതിലുണ്ട്. അതല്ലാതെ നമുക്ക് വീക്ക്ലി 2 ലൈവ് കോച്ചിങ് കോൾസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. നമ്മൾ പുതിയ സ്ട്രാറ്റജീസ്, ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള പുതിയ സ്ട്രാറ്റജീസ് ഒക്കെ അതിൽ ഡിസ്കസ് ചെയ്യും. അതും അല്ലാതെ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ ലിങ്ക്സിൽ ഷെഡ്യൂൾ എ കോൾ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈ ഷെഡ്യൂൾ എ കോളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട്, നമ്മുടെ സപ്പോർട്ട് ടീമുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കോൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങളുടെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണം, നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഓക്കെ, സീ യു.